നമ്മൾ പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എന്താണെന്ന് വെച്ചാൽ ടൈക്കോ. നിങ്ങൾക്ക് ഇവനെ ഓർമ്മയുണ്ടാവും. ഞാൻ ഇവനായിട്ട് വണ്ണുകളിൽ തോപ്പിച്ചതാണ്. എനിക്ക് എന്നെ വണ്ണുകളിക്ക് എന്ന് കളിക്കാനുള്ള കൊണ്ടുവന്നില്ല. ചുമ്മാ കടന്ന് പറയണ്ടേ 2v2 വേണം, അത് വേണം, ഇതാണ്. പിന്നെ നമ്മളങ്ങ് സ്പെക്കിലേക്ക് തന്നെ പോയി ഐസ്. പിന്നെ ഇവിടെ ജെറോക്സും കുവാട്ട എന്ന് പറഞ്ഞ വേറൊരു പ്ലെയറാണ്. ജെറോക്സിൻ്റെ ഫ്രണ്ടാണ്. ജെറോക്സ് നിങ്ങൾക്കറിയില്ലെങ്കിൽ പറയാം, സീൻ പ്ലെയറാണ്. സീൻ എന്നൊക്കെ പറഞ്ഞ് ഇവനെ ഞാൻ പറഞ്ഞു അന്ന് തന്നെ പൂജ്യത്തിൽ പിടിക്കുന്നു. ഇവൻ ടൈറ്റൻ മാസ്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കളിക്കാനൊരു ബ്രോനെ വിളിച്ചു. പറഞ്ഞു കഴിഞ്ഞില്ല. അവൻ്റെ സ്കോഡേ സീനാണ്, കേരള സ്കോഡ്. ഒരുത്തം മതി ഇവൻ്റെ ടീമിലെ തന്നെ. സെറ്റ് പ്ലെയറാണ് കഴിച്ച് ജെറോക്സ്. സീൻ എന്നൊക്കെ പറഞ്ഞ് എൻ്റെയൊക്കെ വണ്ടികളെടുത്ത് തോപ്പിക്കും സിമ്പിളായിട്ട്. ഇവൻ്റെ കേരള സ്കോഡിൽ കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ. പക്ഷെ അവരും ഇതിനെപ്പോൾ തന്നെ കിട്ടില്ല. അതേ കണ്ട സെക്കൻഡ്സ് തീർത്തു, 0 ഡാമേജ്. അവൻ 1v1 ആടാ നൂബേ, അതാണ് ഇതാണെന്നൊക്കെ എന്നെ വിളിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ 1v1 എനിക്ക് കളിക്കാനായിട്ട് ഇതില്ല, സൗകര്യമില്ല, അതില്ല, ചുമ്മാ തെറിയൊക്കെ വിളിച്ചു ഗൈസ്. അപ്പോൾ ജെറോക്സ് ഉണ്ടായിരുന്നു. അവനും കയറി എന്നെ വിളിക്കുന്നവൻ കേട്ടു. 2v2 ടൈറ്റൻ മാസ്കിനെയും വിളിച്ചിട്ട് അവൻ 2v2 കളിക്കാടാ വാടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്നാ പറഞ്ഞ് ഞാൻ സ്പെക്ക് ചെയ്യുന്നോളാം. അപ്പോൾ എനിക്ക് കളി കാണാമല്ലോ. കളി കാണാൻ വേണ്ടി ടൈമില്ല. ഏതെങ്കിലും ഒരു തന്നെ 15 ആവും. ഒറ്റ എടുത്താൽ മതി, കവൂട്ട മാത്രം. സെക്കൻഡ്സിന് ഇട്ട് തീർക്കും. എനിക്ക് ഇമോട്ട് ഗിഫ്റ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞു ഗൈസ്. എന്നിട്ട് ഗിഫ്റ്റൊന്നും അയച്ചു തന്നില്ല. ഉടായ്പാണ്, ഉടായ്പ്. ഒരു ഷോട്ട് കൂടി ഉടായ്പെന്നൊക്കെ പറഞ്ഞു. ടൈക്കോണ്ട് ചുമ്മാ കിടന്ന് എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്. ഇവന്മാരെ തോപ്പിച്ച ഇവൻ എന്നെ കവറോ മീൻ 2 റൗണ്ടിൽ താവും. അതുപോലും എടുക്കില്ല, എനിക്ക് ഉറപ്പാണ്. അയ്യോ, ജെറോക്സ് നോക്കായി. അവൻ മനഃപൂർവ്വം നോക്കായിരുന്നു. അവന് മനസ്സിലായിരുന്നു. സെൽഫ് എലിമിനേറ്റ് ചെയ്ത് ജെറോക്സ്. ഈഗോ എന്നൊക്കെയും പറഞ്ഞു. ഇവൻ്റെ പിന്നെ വയസ്സ് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ സെയിം പ്രായം തന്നെയാണെന്ന് തോന്നുന്നു. 1 വയസ്സോ 2 വയസ്സോ അങ്ങനെ കൂടുതലാണ്. 14 വയസ്സാണ് വയസ്സ് തോന്നുന്നു ജെറോക്സിന്. ഈ ബ്രോയ്ക്ക് എത്രയാണ് എനിക്കറിഞ്ഞൂടെ. തീർത്തു, 0 ഡാമേജ്. ഈ ടൈക്കോയ്ക്ക് 15 വയസ്സ്, 14 വയസ്സ് വയസ്സ് 14 വയസ്സെങ്ങാണ്ടാണ്. ജെറോക്സിന് 13, 12, 14 ഇത് വരും. ഇവന് 14 എങ്ങാണ്ടാണ്, 15 വയസ്സ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്തായാലും ടൈക്കോയുടെ കുറച്ച് പ്രായത്തിനനുസരിച്ചുള്ള നാക്കല്ല കൈസ്. അവന് കുറച്ച് കൂടുതൽ ചിലക്കുണ്ട്. കൊണയടിക്കാൻ മാത്രമേ അവനെ പോകുള്ളൂ. എനിക്ക് പിന്നെ 1v1 പിന്നെ അവൻ്റെ കൂടെ കളിക്കാനത് പോകാറുണ്ടായതുകൊണ്ട് ഞാൻ കളിക്കുമ്പോൾ കുറച്ച് കിടിലായിട്ടുള്ള പ്ലേസിന് മിനിമം 5 റൗണ്ടൊക്കെ നമ്മുടെ കൂടെ കളിച്ചെടുക്കുകയാണെങ്കിൽ ഓക്കെ. അതിന് 4 റൗണ്ട് എടുത്തു. അതും എടുത്തത് ഞാൻ നല്ലോണം കളിച്ചുകൊണ്ടല്ല. ഞാനപ്പോൾ ചുമ്മാ ഒന്ന് ഇത് സീരിയസ് പോലുമായിട്ട് അല്ല, ഗിൽഡിൻ്റെ ഇവൻ്റെയൊക്കെ ഒന്ന് പവർ നോക്കാൻ ഇത് ചുമ്മാ ഒന്നും കളിച്ച് നോക്കിയില്ല. എന്നിട്ട് 4 ഇതിന് പൊട്ടിച്ചിട്ട് ചുമ്മാ ഒന്ന് കൊണയടി. അതുകൊണ്ടാണ് ഈ ടൈറ്റൻ മാസ്ക് അത്യാവശ്യം ഇച്ചിരി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോഴത്തേനും കൗട്ട നോക്കിയിട്ട് ജെറോക്സ് വേഴ്സസ് ടൈക്കോ. സിമ്പിൾ ജെറോക്സ് ഇപ്പോൾ തീർക്കും. കണ്ട 0 ഡാമേജ്. അത് എനിക്ക് ജെറോക്സിന് വേറെ പ്രശ്നം പറ്റിയതായിരിക്കും. നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെ ഒരു ഇത്. ഇവനിവിടെ കുരിഞ്ഞിട്ടൊക്കെ അടിക്കുന്നുണ്ട് സ്കൗട്ട. തീർക്കും ബ്രോ. ജെറോക്സ് ഇടയ്ക്ക് കളിക്കുകയുള്ളൂ. വേറെ കളിക്കുന്ന ഇന്ന് ജെറോക്സിൻ്റെ അങ്ങനെയൊന്നും കളിച്ചാണ്ടായില്ല. കഴിച്ചതുകൊണ്ടായിരിക്കും ഔട്ട ഒരു ഷോട്ട്. ജെറോക്സ് നോക്കുകയാണെങ്കിൽ കേരള സ്കോഡിൽ ഔട്ട നോക്കുകയാണെങ്കിൽ പ്ലേയേഴ്സാണ്. ഒരുത്തനെ ഇല്ലാക്കാൻ പറ്റും. ടൈക്കോയ്ക്ക് എന്തോ ചക്കിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു കഴിച്ചു. പിന്നെ ജെറോക്സിനാല് നെറ്റിന് ഇഷ്യൂ ആണെങ്കിൽ
ജെറോക്സ് എക്സ് ഈഗോ എന്ന് പറഞ്ഞാൽ ഇവന് ഈഗോ അടിച്ച ഗൈസ് വേറെ ലെവലായി. ഇവ ചുമ്മാ ഒന്ന് കളിക്കുക, കൗട്ട മാത്രം മതിയെന്ന് എന്നറിയാം. ടൈക്കോനൂബ് ഇവന്മാരെ പൊട്ടിച്ചിട്ട്, അതായത് ഇവന്മാരുടെ ഒരു 2 റൗണ്ടെങ്കിലും എടുക്കുകയാണെങ്കിൽ ഞാനും ഇവനായിട്ട് പിന്നെയും മണ്ണി വേണം കളിക്കുന്നതായിരിക്കും. എനിക്ക് മണ്ണി വേണം കളിക്കാനൊന്നും ഇതില്ലാത്തതുകൊണ്ട് നൂപന്മാരോടൊന്നും പിന്നെയും കളിക്കാൻ ഒരു 5 റൗണ്ട് എടുത്തെങ്കിൽ പിന്നെയും കളിക്കാൻ ഒരു 6 അല്ലത് അത് ഇല്ലാത്തതുകൊണ്ട് കളിക്കാണ്ടിരുന്ന കളിക്കാൻ വെച്ചിട്ട് വലിയ കാര്യമില്ല ഗൈസ്. ഞാൻ നോക്കി കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൗണ്ട് ഞാൻ എടുക്കും, ഒന്നുപോലെ എടുത്ത് തന്നിരിക്കില്ല അജാദിനുള്ള. എൻ്റെ ഗിൽഡി ഉണ്ടായാലും ഏറ്റവും വലിയ നൂപവനാണ് ഗൈസ്. അതിന് ഗിൽഡിനൊക്കെ കയറി അതായത് ഇതൊന്നുമില്ലേ, ഞാൻ ഓഫീസറായി. കാരണം എന്താ വെച്ചാൽ ഇവൻ അത്യാവശ്യം ആക്റ്റീവൊക്കെ ആയിട്ട് കളിക്കും, നല്ല ഇതൊക്കെ മതിയില്ലേ. ഇവൻ ലെവൽ 6 ഉള്ള ഗിൽഡിൽ നിന്ന് വല്ല ഇൻവിറ്റേഷൻ വരാണെങ്കിൽ അപ്പറങ്ങും എന്നിട്ട് പറയുക ഞങ്ങൾ ആരോ കിക്കടിച്ചതാണ് അവനെ. പിന്നെ ഇപ്പം കിക്കടിക്കല്ലോ, ഓഫീസറിന് കിക്കടിക്കുക ആക്റ്റീവ് ലീഡറിനും ഇടാൻ പറ്റും. ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ആക്റ്റീവ് ലീഡറിനെ വരെ മാറ്റി. എന്നിട്ട് ഞാൻ മാത്രമേ ലീഡറായിട്ട് ഉണ്ടാവുള്ളൂ, പക്ഷേ ഞാൻ ആരെങ്കിലും കിക്കടിച്ചില്ല. കൗട്ടിക്കെന്ത് പറ്റി? സിമ്പിളായിട്ട് തീർക്കും ഗൈസ്. പിന്നെ ഓക്കെ. അപ്പോൾ ഇവൻ അങ്ങനെ കുറേ തവണ ഇറങ്ങി. ഇപ്പോൾ ലെവൽ 6 ഉള്ള ഈ ഗിൽഡിൽ കൂട്ടുകാരന്മാരൊക്കെ വിളിച്ച് കയറ്റിയതാന്ന് പറഞ്ഞു. എന്നിട്ട് അതിൽ നിന്ന് കിക്കടിച്ചാണ്ടാവും പിന്നെ നമ്മളുടെ കളിൽ കിക്കൊന്നും അങ്ങനെ അടിക്കില്ലായിരുന്നു. അപ്പം എന്നിട്ട് ഇവൻ പിന്നെ BX ബ്രദേഴ്സ് ഇവൻ്റെ ഫ്രണ്ടിൻ്റെ ഗിൽഡാണ് ഗൈസ്. ഓഗി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം സിറ്റ് പ്ലേയേഴ്സിൻ്റെ ഗിൽഡാണ്. ആ ഗിൽഡ് എൻ്റെ അറിവിൽ അത്യാവശ്യം ഗിൽഡോസ്കി പ്ലേയേഴ്സാണ്. എനിക്ക് തോന്നുന്നു ഇവനായിരിക്കും ആ ഗിൽഡിൽ വന്ന ഏറ്റവും വലിയ നൂബെന്ന്. പുതിയതായിട്ട് തുടങ്ങിയ ഗിൽഡാണ് ഗൈസ് അത്. പക്ഷെ ലെവൽ 2 ആയി ഇപ്പം തന്നെ. നമ്മളുടെ ഗിൽഡ് സ്പീഡിൽ ചെന്നെങ്കിൽ ലെവൽ 5 6 ഒക്കെ ആവും ഗൈസ്. തീർത്ത് പൂജ്യത്തിൽ പൊട്ടിക്കാൻ പോവാണ്. 0-8 ഞാൻ ഉറപ്പാണ് ഗൈസ്. 0-ൽ പൊട്ടിക്കുക ഇമോട്ട്, ജെറോക്സിൻ്റെ വക ഇമോട്ട്. മൊമെൻ്റൊക്കെ മൊമെൻ്റൊക്കെ കാട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവൻ എന്ത് പറയുമെന്ന് എനിക്കറിയണം. ഇമോട്ടിട്ട് കൊണ്ടാ പിടിക്കും വൈസ് ജെറോക്സ്. അതൊക്കെ അടിക്കാം സിമ്പിളായിട്ട്. അവന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജെറോക്സ് അവന്മാരിൽ 2 ഒറ്റയ്ക്ക് സിമ്പിളായിട്ട് എടുക്കും ജെറോക്സ്. ഒന്ന് ചെയ്ത അവന്മാരെ 0-ൽ പൊടിക്കും. പിന്നെന്താണ് ഗൈസ്, അവന്മാരെ ജെറോക്സിനെ പൊടിക്കും ഇത്ര എളുപ്പം. ഓക്കെ, ജെറോക്സൊക്കെ സിമ്പിളായി അവന്മാരെ പൊടിയാം. എന്നൊക്കെ സ്പീഡിൽ അവന്മാരെ പൊടിക്കാൻ. 2 കില്ല് 1 കില്ലാണ് പക്ഷേ ടൈക്കോ അകപ്പാട് എടുത്തേക്കുന്നത്. ജെറോക്സ് 2 കില്ലാണ്. അവൻ നോക്കി കളിക്കണ്ടേ, നോക്കി കളിച്ചാൽ സിമ്പിൾ. 2 കില്ല്. ഓനാണ് സോണിൽ പോയിട്ട് അവനെ എലിമിനേറ്റ് ചെയ്ത കവൂട്ടയും കൊണ്ട് എടുക്കാൻ പറ്റും. ഒരു ഡാമേജ് തന്നെ ടൈക്കോ മാത്രമേ എടുക്കാനുള്ളൂ. അത് അവനെന്തോ ചക്കി കാണ്ടി കിട്ടിയതാണ് കഴിച്ച് എനിക്ക് തോന്നുന്നത്. അയ്യോ, ടൈക്കോയെ നോക്കാം. ടൈക്കോ എന്താ കാട്ടുന്നത്? അയ്യോ, അവിടെ P90 ചുമ്മാ അല്ല. ഇവിടെ ഇല്ലേ കവാട്ട എന്ന് പറഞ്ഞ ഈ ബ്രോയില്ലേ ഫമാസ് പ്ലെയറാണ്. പിന്നെ വൺ ടാപ്പ് എന്നാണ് പറഞ്ഞത്. ഈ ബ്രോ അങ്ങനെ ഫമാസ് കൊണ്ട് ആരെയും കുത്തിപ്പിടിച്ചൊന്നും കൊന്നില്ല. പിന്നെ ചുമ്മാ ഇതുകൊണ്ട് അടിച്ചാൽ ഈ ബ്രോയ്ക്ക് അത്യാവശ്യം അടിക്കാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലാവട്ടെ. ഇവിടെ ഒരുത്തൻ അപ്പുറത്ത് P90 എടുത്തിട്ട് ഈ ബ്രോയെ കുത്തിപ്പിടിച്ച് കൊന്നാൽ പിന്നെ ഇത് ചെയ്യാം. കാരണം ബ്രോ ഫമാസ് അങ്ങനെ ഇത് ചെയ്യാം. ജെറോക്സിനെ ഇത് ചെയ്യാൻ നോക്കണം. അങ്ങനെ കണ്ടാണ് അവൻ ഡാമേജ് തന്നെ എടുത്തത്. വൺ ടാപ്പ് എന്നാണ് ഞങ്ങൾ ഡബിൾ വെക്ടർ എടുത്തേക്കണു. ഏതാ കുത്തിപ്പിടി ന്യൂബൻ. അയ്യോ വൺ ടാപ്പ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഫമാസ് മാത്രം ഓക്കെ. ടൈറ്റൻ മാസ്ക് പിന്നെ കുത്തിപ്പിടി അങ്ങനെ ഇല്ല. കുത്തിപ്പിടിക്കാന്നൊക്കെ പറഞ്ഞ് ഏത് വെപ്പൺ വെച്ചിട്ടാണ്? അതെ, ഡബിൾ വെക്ടർ മാറ്റി. ഞങ്ങൾ പറയാനില്ല ഗൈസ്. ടൈറ്റൻ മാസ്കും P90 ഇത് തന്നെ.
എന്താ പറയുക അപ്പുറത്തെ ടീം ഇങ്ങനെയൊക്കെ. ഞാൻ പിന്നെ വൺ ടാബെന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ഗൈസ്. നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ആർക്കും. ജെറോക്സിൻ്റെ ടീമിൽ അവനും പിന്നെ കൗട്ടയോ ഇല്ലേ, ഇവർ രണ്ടാളുകൾക്കും നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് ഗൈസ്. അതുകൊണ്ടും കൂടിയാണ്, അല്ലെങ്കിൽ ആപ്പ് എടുക്കേണ്ടതാണ് ഗൈസ്. ജാതി കളിയാണ്. ഗൈസ് പിന്നെ ജെറോക്സും ഈ ടൈക്കോയും തമ്മിൽ കൊതുകിൻ്റെയും ആനയുടെ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്നെ വരെ ഇവൻ ജെറോക്സ് 1v1 അടിച്ച് പൊട്ടിക്കും. അപ്പം ഇവനെ പറയണ്ടല്ല, ഭൂജത്തിൽ പൊടിക്കുമെന്ന് ഉറപ്പാണ്. ഞാൻ ഭൂജത്തിൽ പൊടിക്കും. പിന്നെ ജെറോക്സിന് എന്താ വയസ്സ് പാട്. ബാക്ക് അടിച്ചില്ലേ? ബാക്ക് അടിച്ചു വയസ്സ് അടിച്ചോന്നാ തോന്നണേ. നൂപന്മാർ ബാക്ക് അടിച്ചേ. അവനെയും കൂടി കൊന്നാൽ മതി. ആണ് ജെറോക്സ് അത്ര ബാക്ക് അടിച്ചു വയസ്സ്. നൂപന്മാർ ബാക്ക് അടിച്ചേ. ചപ്പരേ അറിയായിരുന്നു. ഭൂജത്തിൽ പൊട്ടുമെന്ന് അവന് മനസ്സിലായപ്പോൾ അവൻ അങ്ങ് ബാക്ക് അടിച്ചു. എന്ത് ന്യായം പറയാമെന്ന് എനിക്കറിയണം. ബാക്ക് അടിച്ചാ എന്ത് ബാക്ക് അടിച്ച പോലെ ഇത് ചെയ്തിട്ട് എടുക്കാനേ. അങ്ങനെ എന്തെങ്കിലുമായിരിക്കും. ബാക്ക് അടിച്ചാണ്ടാവും കഴിച്ചു. എന്തായാലും കളി കഴിയണമായിരുന്നു. നമുക്ക് വെയിറ്റ് ചെയ്ത് എന്നിട്ട് അവന്മാരും ബാക്ക് അടിച്ചപ്പോൾ നമുക്കും ബാക്ക് അടിക്കാം. ഞാനും ബാക്ക് അടിച്ചിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ട്. ചെറിയ പോയി ഗൈസ്. ഏതസിലെ നൂബ്. നിങ്ങളുടെ കളി ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞു. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. നീ കാണുന്നുണ്ടെങ്കിൽ കണ്ടോ. ഞാൻ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാം. അവന്മാര് പേടിച്ച് ബാക്കടിച്ച്. ഓക്കെ. അവ പേടിച്ച് ബാക്കടിച്ച് ഇപ്പൊ ഓൺലൈനിൽ നിന്നേ പോവേണ്ട. ചുമ്മാ കളിച്ചാന്ന് ഞാൻ പറഞ്ഞ്. ബോക്സ് ചുമ്മാ ഒന്ന് കളിച്ചതാ. എന്നിട്ട് വരെ സിമ്പിളായിട്ട് അവന്മാരെ തോപ്പിച്ച് 0. അവന്മാര് പേടിച്ച് ബാക്കടിച്ച്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. ഞാനിത് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ.